അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1464, സൂറത്തുൻ നഹൽ 84 മുതൽ 88 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم نبعث من كل أمة شهيدا ثم لا يؤذن للذين كفروا ولا هم يستعتبون. وإذا رأى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون. وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون. وألقوا إلى الله يومئذ السلم وضل عنهم ما كانوا يفترون. الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ويوم نبعث من كل أمة شهيدا. ഓരോ സമുദായങ്ങളിൽ നിന്നും നാം ഓരോ സാക്ഷികളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിനം സ്മരണീയമാണ്. ثم لا يؤذن للذين كفروا. പിന്നീട് സത്യനിഷേധികളായ ആളുകൾക്ക് സംസാരിക്കാൻ അവസരം നൽകപ്പെടുന്നതല്ല. വലാഹും യുസ്താതബൂൻ. അവർ കാരണം ബോധിപ്പിക്കാനായി മടക്കപ്പെടുന്നവരും അല്ല. വൈദാറ അല്ലദീന വലമുൽ അദാബ്. അക്രമികളായ ആളുകൾ ശിക്ഷയെ നേരിൽ കാണുമ്പോൾ ഫലാ യുഖഫഫു അൻഹും. ആ ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല. വലാഹും യുൻളറൂൻ. അവർ ശിക്ഷക്ക് പിന്തിക്കപ്പെടുന്നവരുമല്ല, സാവകാശം നൽകപ്പെടുന്നവരുമല്ല. ഇപ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങണം എന്നർത്ഥം. വൈദാറ അല്ലദീന അശ്റകൂ. ബഹുദൈവാരാധകന്മാരായ ആളുകൾ കാണുമ്പോൾ ശുറക്കാഅഹും, അവരുടെ പങ്കാളികളെ, അഥവാ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് അവർ ആരാധിച്ചിരുന്ന കല്ലുകളെയും അതേപോലെ തന്നെ മനുഷ്യന്മാരെയും ഒക്കെ, ആ ദൈവം എന്നവർ വിശ്വസിച്ചിരുന്ന എല്ലാത്തിനെയും അവർ കാണുമ്പോൾ ഖാലു, നിഷേധികളായ ആൾക്കാർ പറയും, മുശ്രിക്കുകൾ പറയും, റബ്ബന, ഞങ്ങളുടെ നാഥ, ഹഉലാഇ ശുറക്കാഉന, ഇവരാണ് ഞങ്ങളുടെ പങ്കാളികൾ, അല്ലദീന കുന്നാ നദ്ഉ മിൻ ദൂനിക്, നിന്നെ വിട്ടുകൊണ്ട് ഞങ്ങൾ ആരാധിച്ചിരുന്ന, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങളാണിവർ എന്ന് ഈ ദൈവങ്ങളെ ചൂണ്ടി അവർ പറയും, നിഷേധികൾ പറയും. അപ്പോൾ ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗല, ഈ ദൈവങ്ങൾ എന്ന് ഇവർ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ദൈവങ്ങൾ അവർ ഇവരോട് മറുപടി പറയും, ഇന്നക്കും ലകാദിബൂൻ, നിശ്ചയം നിങ്ങൾ നുണ പറയുന്നവർ തന്നെയാണ്, ഞങ്ങളെ നിങ്ങൾ ആരാധിച്ചിട്ടില്ല, നിങ്ങളോട് നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടും ഇല്ല എന്ന്. വഅൽഖൗ ഇലല്ലാഹി യൗമഇദിൻ, അന്നത്തെ ദിവസം അല്ലാഹുവിനോട് അവർ പറയും, അസ്സലമ, നിന്നെ ഞങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നു എന്ന് പറയും, നീ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയും. വല്ല അൻഹും, നിഷേധികളെ തൊട്ട് നഷ്ടപ്പെടുന്നതാണ് മാക്കാനു യഫ്തറൂൻ, അവർ കെട്ടിയുണ്ടാക്കിയ ആശയങ്ങൾ. അതായത് പരലോകത്ത് ഞങ്ങളെ അള്ളാഹുവിൽ നിന്ന് ശുപാർശ ചെയ്ത് രക്ഷിക്കാൻ മാത്രം പവറുണ്ട് ഞങ്ങളുടെ ദൈവങ്ങളായ ആളുകൾക്ക് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷെ ആ ദൈവങ്ങൾ ഇവരെ തന്നെ കൈയൊഴിയുന്ന നിർണായകമായ സാഹചര്യത്തിൽ പാലം വലിക്കുന്ന അനുഭവമാണ് അവർക്കവിടെ ഉണ്ടാവുക എന്നർത്ഥം. അല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, വസദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുകയും ചെയ്ത ആളുകൾ, സിദ്നാഹും, അവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് അദാബൻ, ശിക്ഷയെ, ഫൗഖൽ അദാബി, ശിക്ഷക്കുമേൽ ശിക്ഷയെ, ബിമാ കാനൂ യുഫ്സിദൂൻ, അവർ കുഴപ്പമുണ്ടാക്കിയിരുന്നു എന്ന കാരണത്താൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ സൂക്തങ്ങളുടെ മുൻ സൂക്തങ്ങളുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച്
ബഹുമാനപ്പെട്ട അല്ലാമ അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു തന്റെ അൽ ബഹറുൽ മുഹൈത്ത് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് ലമ്മാ ദക്കറ ഇൻകാറഹും ലിനിഅമത്തില്ലാഹി തആല, കഴിഞ്ഞ സൂത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് ആ അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ വഅക്സറുഹുൽ കാഫിറൂൻ എന്ന് 83ാമത്തെ സൂക്തത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ. ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ദക്കറ ഹാല യൗമിൽ ഖിയാമത്തി, അന്ത്യനാളിന്റെ അവസ്ഥ അള്ളാഹു വിവരിക്കുകയാണ് ഇവിടെ. ഹൈസുലാ യംഫഉൽ ഇൻകാറു, നിഷേധം ഫലം കിട്ടാത്ത ആ ദിവസത്തിൽ, ആ ദിവസത്തിലാണ് അള്ളാഹു, ആ ദിവസം നടക്കാൻ പോണ സംഗതി അള്ളാഹ് പറയാണ്. അലാ സബീലിൽ വഈദി ലഹും ബിദാലിക്കൽ യൗം, ആ ദിവസത്തെ സംബന്ധിച്ചുള്ള താക്കീദിന്റെ സ്വരത്തിലാണ് അള്ളാഹു തആല അത് പറയുന്നത്. അതായത് ഇവിടുത്തെ കളികളെല്ലാം അത് തൽക്കാലത്തേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കളിച്ചു പോകാമെങ്കിലും, തൽക്കാലം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിടുവായുത്തങ്ങൾ പറയാമെങ്കിലും, അതൊന്നും നടക്കാത്ത, അതൊന്നും ഫലം ചെയ്യാത്ത, അതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാത്ത, നിങ്ങളെ ശരിക്കും പൂട്ടിട്ട് പൂട്ടാവുന്ന വിധത്തിലുള്ള ഒരു ദിനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് താക്കീദിന്റെ സ്വരത്തിൽ അള്ളാഹു പറയുന്നു എന്നതാണ് യൗമ നബ്അസു എന്ന് പറയുന്ന ഈ 84ാമത്തെ സൂക്തത്തിൽ അള്ളാഹു തആല വിശദീകരിക്കുന്നത് എന്ന്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ ബന്ധത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്നഹു തആല ലമ്മാ ബയ്യന ഹാലൽ ഖൗമി അന്നഹും അറഫൂ നിഅമത്തല്ലാഹി സുമ്മ അൻകറുഹാ, അള്ളാഹു ചെയ്തെടുത്ത അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചിട്ടും അത് മനസ്സിലാക്കിയിട്ടും ആ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു തള്ളിയിട്ടുള്ള ആളുകളുടെ അവസ്ഥ കഴിഞ്ഞ സൂക്തത്തിൽ വിശദീകരിച്ചു. വദക്കറായിലും മിൻ ഹാലിഹിം വന്ന അക്സറഹുൽ കാഫിറൂൻ, ആ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചവരിൽ മിക്കവരും നിഷേധികളാണ് എന്നുകൂടി അള്ളാഹു പറഞ്ഞിട്ട് അത്ബഅഹു ബിൽ വഈദി, താക്കീദിനെ അള്ളാഹു അതിനെ തുടർത്തി പറഞ്ഞതാണ് ഇവിടെ ഈ 84ാമത്തെ സൂക്തത്തിൽ. ഫദക്കറ ഹാല യൗമിൽ ഖിയാമ, അപ്പൊ അന്ത്യനാളിന്റെ അവസ്ഥ അള്ളാഹു പറയാണ്. ഇതാണ് ഈ സൂക്തങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് വിശദീകരിച്ചുകൊണ്ട് നോക്കൂ. ഈ ആയത്തിൽ അള്ളാഹു എന്താ പറഞ്ഞത്? യൗമ നബ്അസു, നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിനം ഓർക്കുക. മിൻ കുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിൽ നിന്നും ഷഹീദ, ഒരു സാക്ഷിയെ. ഓരോ സമൂഹത്തിലേക്കും അല്ലാഹു തആല നിയോഗിച്ച സാക്ഷികൾ എന്ന് പറയുന്നത് ആ സമൂഹത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു അയച്ച നബിമാരാണ്. അവ ആ നബിമാർ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നു, അവരുടെ അനുയായികളും ഹാജരാക്കപ്പെടുന്നു. അങ്ങനെ ഹാജരാക്കപ്പെട്ടതിനു ശേഷം നബിമാരുടേതായിട്ടുള്ള അനുയായികളെ നോക്കി ആ നബിമാര് പറയും, പടച്ചോനെ, ഇവർക്ക് ഞങ്ങൾ എല്ലാ സന്ദേശങ്ങളും എത്തിച്ചു കൊടുത്തിരുന്നു, നിന്നെ അനുസരിക്കണമെന്ന് ഞങ്ങൾ അവരോട് ഉത്ബോധിപ്പിച്ചിരുന്നു, നിന്നെ ധിക്കരിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ പരലോകത്ത് വലിയ പണി കിട്ടുമെന്ന് ഞങ്ങൾ അവരോട് ഉണർത്തിയിരുന്നു എന്നൊക്കെ ബഹുമാനപ്പെട്ട നബിമാര് പറയും. ആ നബിമാർ സമൂഹത്തിനെതിരിൽ സാക്ഷി പറയുന്ന അവസ്ഥ. നല്ല വിശ്വസിച്ചവർക്കാണെങ്കിലോ ഇവർ ഞങ്ങൾ കൊണ്ട് വിശ്വസിച്ച നല്ലവരാണ് എന്ന അനുകൂലമായ സാക്ഷ്യം ഉണ്ടാവും. അവ ഉമ്മത്തിലെ ആളുകളിൽ നിന്ന് വിശ്വാസികൾക്ക് അനുകൂലമായും നിഷേധികൾക്ക് എതിരായും സാക്ഷി പറയാൻ വേണ്ടി ഓരോ സമുദായത്തിൽ നിന്നും സാക്ഷികളെ നാം നിയോഗിക്കും മഹ്ശർ മൈതാനിയിൽ, അന്ത്യനാളിൽ എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ സാക്ഷികളെ നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായും നിഷേധികളായ ആളുകൾക്ക് എതിരിലാണല്ലോ സാക്ഷ്യം വരിക. ആ എതിരിൽ സാക്ഷ്യം വന്നാൽ സുമ്മയ ലാ യുഅ്ദനു ലില്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾക്ക് പിന്നീട് സംസാരിക്കാൻ, കാരണം ബോധിപ്പിക്കാൻ എന്ത് ചെയ്യുന്നതല്ല, സമ്മതം നൽകപ്പെടുന്നതല്ല. നബിമാർ ഇവരെ നിഷേധിക്കുമ്പോ ഇവര് അള്ളാഹുവിന്റെ കൽപ്പനകൾ നിഷേധിച്ചതാണ്, എതിർത്തതാണ് എന്ന് പറയുമ്പോ അതിന് മറുപടി പറയാനും ഞങ്ങൾ ഈ നബിമാരൊക്കെ അംഗീകരിച്ചിരുന്നു, ഇവര് പറയണതൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിരുന്നു, എന്നിട്ട് ഇവിടെ വന്നപ്പോ ഞങ്ങൾ കുടുങ്ങിപ്പോയതാണ് എന്നൊക്കെ പറയാൻ അവർ പരിശ്രമിക്കും. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരെന്തിനു ശ്രമിക്കും? ഞങ്ങൾ ഇവരൊന്നും ഭൂമിയിൽ നിന്ന് കണ്ടിട്ട് പോലുമില്ല, ഇവര് ഞങ്ങളോടൊന്നും പറഞ്ഞു തന്നിട്ടുമില്ല, ഇവിടെ വന്ന് ചുമ്മാ പുളുവടിക്കുന്നതാണ് എന്ന് പറയാൻ വേണ്ടി അവർ പരിശ്രമിക്കും എന്നൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട് മഹ്ശറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നബിമാരെ ഞങ്ങൾക്ക് ഒരു പ്രബോധനവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നബിമാരെ നിരാകരിക്കാൻ ശ്രമിക്കും. അങ്ങനെ നിരാകരിക്കാൻ ശ്രമിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പ്രവാചകന്മാരോട് അല്ലാഹു ചോദിക്കും, നിങ്ങൾ ഇവർക്ക് സന്ദേശം എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്നു, എന്നാൽ ഈ ആളുകൾ പറയുന്നു ഇവർക്ക് നിങ്ങൾ സന്ദേശം എത്തിച്ചു കൊടുത്തില്ല എന്ന്, നിങ്ങൾക്ക് സാക്ഷികൾ വല്ലവരും ഉണ്ടോ എന്ന് നബിമാരോട് ചോദിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെല്ലാം സാക്ഷിയാണെന്ന് അവർ പറയും, മുത്തുനബി അങ്ങ് സാക്ഷിയാണെന്ന് പറയും. അങ്ങനെ റസൂലുള്ളാഹി അവർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. അതോടുകൂടെ നിഷേധികളുടെ കാര്യം പരിങ്ങലിലാവും.
ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുമ്മലാ യുഅ്സിനു ലില്ലദീന കഫറു, പിന്നീട് നിഷേധികൾക്ക് സമ്മതം നൽകപ്പെടുന്നതല്ല സംസാരിക്കാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതവർക്ക് ശക്തമായ 100% നിരാശ സമ്മാനിക്കുന്ന ഒരു പ്രയോഗമാണ്. ഒരു മനുഷ്യൻ കുടുങ്ങിയാലും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്നിങ്ങനെ ഒന്ന് പരിശോധിക്കുമല്ലോ, ഒന്ന് ചിന്തിച്ചു നോക്കുമല്ലോ. ഞാൻ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കും, ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ പുറത്തു കടക്കാൻ പറ്റും, ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാനാവും, ഈ കുരുക്ക് എങ്ങനെ അഴിക്കാനാകും എന്നൊക്കെ സാധാരണഗതിയിൽ മനുഷ്യൻ ചിന്തിക്കുമല്ലോ. എന്നാൽ അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്കൊരവസരമല്ല എന്ന 100% നിരാശ ബാധിക്കുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്തിനെ കുറിച്ചാണ് പറയണത്? അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മഹാനരായ അബു സഊദ് റഹിമഹുല്ലാ തന്റെ തഫ്സീറിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരാ പറയണത് എന്താണ്? നിങ്ങൾക്ക് അവർക്ക് സംസാരിക്കാൻ അവസരം നൽകപ്പെടൂല എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനയിൽ പറഞ്ഞ ഏതാനും ആയത്തുകളുടെ ചർച്ചയാണ്. എന്താണ് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല പറയുന്നത്? വമൻ ഖഫ്ഫത് മവാസീനുഹു ഫൗലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. സൂറന്ന കാഹളത്തിൽ ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുകയും എല്ലാവരും രണ്ടാമത്തെ ഊത്തോടുകൂടെ പുനർജനിക്കുകയും ചെയ്യും. അങ്ങനെ പുനർജനിച്ച് വിചാരണക്ക് വിധേയമാക്കപ്പെടുകയും ഓരോരുത്തരുടെയും നന്മ തിന്മകൾ തൂക്കുകയും ചെയ്യും. ആ തൂക്കുന്ന സമയത്ത് ഫമൻ സഖുലത്ത് മവാസീനുഹു ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെയെങ്കിലും നന്മയുടെ തട്ടിന് ഭാരം തൂങ്ങിയാൽ അവർ വിജയിച്ചവരാണ്. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതേസമയത്ത് ഫമൻ ഖഫ്ഫത്ത് മവാസീനുഹു, നന്മയുടെ തട്ടിന് ഭാരം കുറഞ്ഞാൽ ഫൗലൈക അല്ലദീന ഖസറു അൻഫുസഹും, അവരാണ് അവരുടെ ശരീരത്തെ പരാജയത്തിൽ എത്തിച്ചവർ. ഫീ ജഹന്നമ ഖാലിദൂൻ, അവർ ശാശ്വതമായി നരകത്തിൽ കടക്കേണ്ടവരാണ്. നരകത്തിലെത്തിയാലോ തൽഫഹു വുജൂഹുഹുമുൻ നാറു വഹും ഫീഹാ കാലിഹൂൻ, അവരുടെ മുഖം വരെ തീ തിന്നുകളയും. അവർ നരകത്തിൽ ഇങ്ങനെ ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് സഹിക്കാനാവാതെ പല്ലിളിക്കുന്നവരാണ്. അങ്ങനെ പല്ലിളിക്കുന്ന സമയത്ത് അവരിങ്ങനെ ദയനീയമായി പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവരോട് ചോദ്യം വരും. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ, എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഭൂമിയിൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടില്ലായിരുന്നുവോ? ഇങ്ങനത്തെ സംഗതികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ഉത്ബോധനം നിങ്ങൾക്ക് നൽകപ്പെട്ടില്ലായിരുന്നുവോ? പക്ഷെ അന്ന് നിങ്ങൾ അത് നിഷേധിച്ച് തള്ളുകയാണ് എന്ന്. അപ്പോൾ അവർ ഒരു കുംഭസാരം നടത്തും. എന്താണ്? ഖാലൂ റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. പടച്ചോനെ, ഞങ്ങളെ പരാജയം ഞങ്ങളെ വല്ലാതെ പിടികൂടി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അക്രമികളായ വഴിതെറ്റിപ്പോയൊരു സമൂഹമായി. പടച്ചോനെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ഈ നരകത്ത് ഞങ്ങൾ ഒന്നുകൂടി ഭൂമിയിലേക്ക് നീ മടക്കിത്താ, പുറത്തു കടത്തിത്താ ഈ നരകത്തുനിന്ന്, എന്നിട്ട് ഞങ്ങൾ നന്നായി ജീവിച്ചോളാം. ഫഇൻ ഉദ്നാ, വീണ്ടും ഞങ്ങൾ ഇതേ അക്രമത്തിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ ഫഇന്നാ ളാലിമൂൻ, ഞങ്ങൾ അക്രമികൾ തന്നെയാണ്, പിന്നെ ഞങ്ങൾക്ക് ഒരു അവസരം വേണ്ട, പക്ഷെ ഒരു ചാൻസ് ഭൂമിയിലേക്ക് പോകാൻ നീ ഞങ്ങൾക്ക് തരണം എന്ന് അവർ പറയും. അത് പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മറുപടിയാണ് ഖാല ഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. അല്ലാഹു പറയും, നിന്ദ്യരായി നിങ്ങൾ എന്നോട് സംസാരിക്കാതെ നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ചോടെ കടന്നോളണം, ഇനി മോങ്ങാൻ നിൽക്കണ്ട എന്ന് അല്ലാഹു തആല പറയും. എന്താ അതിന്റെ കാരണം? ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. എന്റെ അടിമകളുടെ കൂട്ടത്തിൽ വിശ്വാസികളായ ഒരു വിഭാഗം ആളുകൾ, പടച്ചോനെ, ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങൾക്ക് കാരുണ്യം നൽകണം, നീയാണ് ഏറ്റവും വലിയ കാരുണ്യവാൻ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ എന്താ ചെയ്തത്? അതൊക്കെ ഫത്തഖൽതുമുഹും സിഖ്രിയ, നിങ്ങൾ അവരെ കളിയാക്കുകയാണ് ചെയ്തത്. ഒരു ലോകം തിരിയാത്ത ആൾക്കാർ ഇപ്പോഴും ഈ വിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ അവരെ കളിയാക്കുക നിങ്ങൾ ചെയ്തത്, പരിഹസിക്കാണ് ചെയ്തത്. ഹത്താ അൻസൗക്കും ദിക്രി, എന്നെക്കുറിച്ചുള്ള സ്മരണയും ഓർമ്മയും നിങ്ങൾക്കുണ്ടായില്ല. വകുൻതും മിൻഹും തദ്ഹഖൂൻ, വിശ്വാസികളെ കളിയാക്കി ചിരിക്കാനാണ് നിങ്ങൾ സമയം കണ്ടെത്തിയത്. എന്നാൽ ഇന്ന് കേൾക്കണോ, ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ. അന്ന് നിങ്ങളുടെ പരിഹാസം കേട്ടിട്ടും വിശ്വാസത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് അണുഅളവ് മാറാതെ വിശ്വാസത്തിന്റെ വിശുദ്ധി കൃത്യമായി കാത്തുസൂക്ഷിച്ച് പ്രവാചകാധ്യാപനങ്ങളെ ശരിയായി നെഞ്ചേറ്റി അവരുടെ ജീവിതം ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോയപ്പോ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകി.
അവരിന്ന് സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിൽ വിരാജിക്കുന്ന വിജയത്തിന്റെ വല്ലാത്ത ഗിരിശൃംഗങ്ങൾ കീഴടക്കിയിട്ടുള്ള മഹാവ്യക്തിത്വങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്ന ആ ഭാഗം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു. അതാണ് സുമ്മലാ യുഅ്ദനു ലില്ലദീന കഫറു, നിഷേധികൾക്ക് പിന്നീട് സംസാരിക്കാൻ അവസരം നൽകപ്പെടൂല. അതായത് ഞങ്ങൾ ഒന്നുകൂടി ഭൂമിയിലേക്ക് മടക്കിത്താന്ന് പറയുമ്പോൾ ഇഖ്സഊ ഫിഹാ വലാ തുകല്ലിമൂൻ, മിണ്ടാതെ അവിടെ കിടന്നോളണം, ഇനി എന്നോട് നിങ്ങൾ സംസാരിക്കരുത് എന്ന് അള്ളാഹു പറയും. വലാഹും യുസ്തഅതബൂൻ, അവർക്ക് കാരണം ബോധിപ്പിക്കാനുള്ള അവസരം നൽകപ്പെടുകയും ഇല്ല, അതോടൊപ്പം തന്നെ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാഹചര്യം നൽകപ്പെടുകയും ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വൈദാ റഅല്ലദീന വലമുൽ അദാബ, ശിർക്ക് ചെയ്ത് അതേപോലെ കുഫ്ർ ഉണ്ടാക്കി അക്രമം കാണിച്ചിട്ടുള്ള ആളുകൾ ശിക്ഷ നേരിൽ കാണുമ്പോൾ ഫലാ യുഖഫഫു അൻഹും, അവരെ തൊട്ട് ആ ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല, വലാഹും യുൻളറൂൻ, അവർ സാവകാശം നൽകപ്പെടുന്നവരുമല്ല. എന്ന് പറഞ്ഞാൽ പരലോകത്ത് വിചാരണ നടന്നു, അങ്ങനെ രക്ഷപ്പെട്ടവർ പരാജയപ്പെട്ടവർ എന്നിങ്ങനെ പ്രത്യേകമായി രണ്ട് വിഭാഗത്തെ രണ്ടു കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് തിരിച്ചു. അങ്ങനെ നരകത്തിലുള്ളവർക്ക് നരകത്തിൽ പോകാനുള്ള നിർദ്ദേശം നൽകപ്പെടുമ്പോൾ ആ നരകം അവർ മുന്നിൽ കാണുകയാണ്. നരകം മുന്നിൽ കാണുമ്പോൾ പടച്ചോനെ കുറച്ചുകൂടി അങ്ങ് നീട്ടിത്തരണമെന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് സാവകാശം നൽകില്ല. ശിക്ഷ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്ന അവസ്ഥ വരും എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അങ്ങനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊരു വഴി എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർ ആരെ കാണുന്നത്? അവർ ഭൂമിയിൽ വെച്ച് ആരാധിച്ചിരുന്ന അവരുടെ ദൈവങ്ങളെന്ന് പറഞ്ഞിരുന്നവരെ. മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഈസാ അലൈഹിസ്സലാം, ഉസൈർ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മലക്കുകളിൽ നിന്നും ചിലരൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? ദൈവങ്ങളാന്ന് പറഞ്ഞിരുന്നുവല്ലോ. അതേപോലെ തന്നെ ബിംബങ്ങൾ ലാത്ത, ഉസ്സ, മനാത്ത അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതിനെ അവർ ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്നുവല്ലോ. അങ്ങനെയുള്ള ഈ ദൈവങ്ങളൊക്കെ അവിടെ കാണും. അവർ അത് കാണലും തന്നെ അവർക്കൊരു ശിക്ഷയാണ് വാസ്തവത്തിൽ. കാരണം ആ ദൈവങ്ങളെ കാണുമ്പോൾ അവർക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷ അവരെ വല്ലാത്ത അപജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ സംഭവം അവിടെ നടക്കും. അതാണ് പറയുന്നത്, വൈദാറ അല്ലദീന അശ്റകൂ, ശിർക്ക് ചെയ്ത അള്ളാഹുവിനെ പങ്കാളികളെ സ്ഥാപിച്ച ആളുകൾ അവരുടെ പങ്കാളികളെ കാണുമ്പോൾ, അഥവാ ഭൂമിയിൽ വെച്ചവർ ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്നവരെ കാണുമ്പോൾ, ഖാലു, ഈ നിഷേധികൾ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹൗലാഇ ശുറക്കാഉന, ഇവരാണ് ഞങ്ങളുടെ പങ്കാളികൾ, അഥവാ നിനക്ക് പുറമെ ഞങ്ങൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളാണിവർ. അല്ലദീന കുന്നാ നദ്ഉ മിൻ ദൂനിക്, നിനക്ക് പുറമെ ഞങ്ങൾ അവരെ ആരാധിച്ചിരുന്നു, ആ ദൈവങ്ങളാണിവർ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവര് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും, ഇവര് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരും, അതുകൊണ്ട് നീ ഞങ്ങളെ അങ്ങ് ശിക്ഷയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകണ്ട എന്നവർ പ്രതീക്ഷയോടെ പറയാൻ. പക്ഷെ ആ പ്രതീക്ഷയോടെ പറയുമ്പോൾ ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗല, ആ പങ്കാളികളാണെന്ന് ഇവർ പറഞ്ഞ ദൈവങ്ങളാണെന്ന് ഇവർ വിശ്വസിച്ചിരുന്നവർ, അഥവാ ഇവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന ആ ദൈവങ്ങൾ അവിടെ പറയും ഇവരോട്, ഇന്നക്കും ലകാദിബൂൻ, നിശ്ചയം നിങ്ങൾ കള്ളം പറയുന്നവരാണ്, നിങ്ങൾ കള്ളം പറയുന്നവരാണ്, നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിട്ടില്ല, ഞങ്ങൾ നിങ്ങളോട് ഞങ്ങളെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുമില്ല. ആരാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഞങ്ങളെ ആരാധിക്കുകയോ നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിരുന്നു എന്നത് ഞങ്ങൾ താല്പര്യപൂർവ്വം ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്തു തരേണ്ട ഉത്തരവാദിത്വവും ഞങ്ങൾക്കില്ല എന്ന് ദൈവങ്ങൾ നൈസായിട്ട് വരെ തേച്ചുപോകും. അങ്ങനെ തേച്ചുപോകുന്ന ഒരു സമയം, അതോടൊപ്പം തന്നെ അൽഖൗ ഇലല്ലാഹി യൗമഇദിനി സലാം, അവരെ അന്നത്തെ ദിവസം അള്ളാഹുവിന് വണങ്ങി കീഴൊതുങ്ങുന്നതിനെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. പടച്ചോനെ, നീ എന്താണോ പറയുന്നത് അതനുസരിക്കലാ ഞങ്ങളെ കടമ എന്നവർ പറയും. വല്ല അൻഹും മാക്കാനു യഫ്തറൂൻ, അവർ കെട്ടിയുണ്ടാക്കിയിരുന്ന ഈ കള്ളദൈവങ്ങൾ അഥവാ ദൈവങ്ങളാണെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കിയിട്ട് ഞങ്ങളെ രക്ഷക്കുണ്ടാകുമെന്ന് ചിന്തിച്ചവർ അവരെല്ലാം വഴിതെറ്റിപ്പോയിച്ചാൽ അവരാരും ഇവരെ സഹായത്തിന് വന്നില്ല. ഒരു നിർണായകമായ ഘട്ടത്തിൽ നിർണായകമായ സമയത്ത് അവരുടെ ഒരു സഹായവും ഇവർക്ക് ലഭിക്കുന്നതല്ല. അല്ലദീന കഫറൂ വസദ്ദു അൻ സബീലില്ലാഹ്, സത്യനിഷേധം കാണിക്കുകയും അള്ളാഹുന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുകയും ചെയ്തിരുന്ന ആളുകൾ, സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്, ശിക്ഷക്കുമേൽ ശിക്ഷ നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ബിമാ കാനൂ യുഫ്സിദൂൻ, അവർ കുഴപ്പമുണ്ടാക്കിയിരുന്ന കാരണത്താൽ. എന്ന് പറഞ്ഞാൽ ഇവർ സ്വയം അവിശ്വാസികളായതിന്റെ ശിക്ഷ ഇവർ അനുഭവിക്കണം. അതിന്റെ പുറമെ മറ്റു പലരെയും
അവിശ്വാസികളാക്കാൻ വേണ്ടി പണിയെടുത്തതിന്റെ ശിക്ഷയും ആരനുഭവിക്കണം? ഇവരനുഭവിക്കണം. അതുകൊണ്ട് തന്നെ നിഷേധികളുടെ കാര്യം കട്ട പുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന് പുറമെ ഞങ്ങളെ ശുപാർശ ചെയ്ത് രക്ഷിക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. അഥവാ പടച്ചോന്റെ സമ്മതം പോലും വാങ്ങാതെ ഞങ്ങളെ ശുപാർശയിലൂടെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ദൈവങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രവാചകന്മാർ പറയുന്നത് കേട്ടിട്ട് അള്ളാനെ മാത്രം ആരാധിക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല എന്ന അഹങ്കാരം പറഞ്ഞിരുന്ന ആളുകൾ ആ ദൈവങ്ങൾ തന്നെ നെയ്സായിട്ട് വരെ കൈയൊഴിയുമ്പോ അവിടെ വല്ലാത്ത വിഷമത്തിലാകും. ഖുർആനിൽ കാണാമല്ലോ, ബഹുമാനപ്പെട്ട സൂറത്ത് ഇബ്രാഹിമിന്റെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നില്ലേ, വഖാല ശൈത്താനു ലമ്മാ ഖുലിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅവ്തുകും ഫസ്തജബ്തും ലി فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتموني من قبل إن الظالمين لهم عذاب أليم. അല്ലാഹു പറയാണ്, പിശാച് പരലോകത്ത് തീരുമാനമൊക്കെ വന്നു, പിശാചു നരകത്തിലുണ്ട്, പിശാചിനെ ആരാധിച്ച ഇവരും നരകത്തിലുണ്ട്. അങ്ങനെ നരകത്തിലെത്തുമ്പോൾ ഇയാണ് ഞങ്ങളൊക്കെ ഈ വിധത്തിലാകാൻ കാരണമെന്ന് പിശാചിനോട് ഇവർ ആക്ഷേപം പറയുമ്പോൾ പിശാചിന്റെ വളരെ ഇവരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന മറുപടിയാണ് എന്ത്? ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങളോട് സത്യമായ വാഗ്ദാനം ചെയ്തു, അവനെ മാത്രം ആരാധിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു, നിങ്ങൾക്ക് കൂലി തരുമെന്ന്, നിങ്ങളെ തെറ്റുകൾ പുറത്തു തരുമെന്ന്. പക്ഷേ വഅദ്തുക്കും, ഞാനും നിങ്ങൾക്ക് ഒരു വാഗ്ദാനം തന്നു, എന്റെ കൂടെ കൂടിക്കോളി, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന്. ഫഅഖ്ലഫ്തുക്കും, പക്ഷെ ഞങ്ങളോട് ആ വാഗ്ദാനം നൈസായിട്ട് ലംഘിച്ചു. വാക്കല്ലേ മാറ്റാൻ പറ്റൂ. അതുകൊണ്ട് അള്ള പക്ഷേ പറഞ്ഞത് ശരിക്കുള്ള വാഗ്ദാനമായിരുന്നു. നിങ്ങൾ എന്തിനാ എന്റെ കൂടെ കൂടിയത്? വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ, നിങ്ങൾ എന്റെ കൂടെ കൂടുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ കൂട്ടാനുള്ള വിദ്യയൊന്നും എന്റെ കയ്യിലുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് വിളിച്ചുമില്ല, ദഅവ്തുകും ഫസ്തജബ്തും ലി, നിങ്ങളെ വെറുതെ ഒന്ന് വിളിച്ചു. നിങ്ങളെ വിളിച്ച ഉടനെ നിങ്ങൾ എന്റെ കൂടെ വന്നു, അതിന് ഞാൻ ഉത്തരവാദി. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ എന്റെ കൂടെ വന്നതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം. വലൂമു അൻഫുസകും, നിങ്ങളെ തന്നെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ. അതായത് ഇച്ചങ്ങാതി പറയുന്നതിന്റെ പിന്നാലെ പോയതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ എത്തിയത് എന്ന് നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോളൂ, എന്റെ നേരെ വരരുത്. കാരണം മാനവി മുസ്ലിഹക്കും, എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ സഹായിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലല്ല, നമ്മളെല്ലാവരും ഇവിടെ തുല്യ ദുഃഖിതരാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹു ആകുന്ന യജമാനനെ മാത്രം ആരാധ്യനായി കണ്ട് അവനെ മാത്രം വിശ്വസിക്കണം. അതേസമയത്ത് ശുപാർശകരില്ല എന്നീ പറഞ്ഞതിന് അർത്ഥമല്ല, ശുപാർശകരുണ്ട്. അമ്പിയാക്കൾ ശുപാർശ ചെയ്യും, ഔലിയാക്കൾ ശുപാർശ ചെയ്യും, സാലിഹികൾ ശുപാർശ ചെയ്യും, റമളാൻ ശുപാർശ ചെയ്യും, ഖുർആൻ ശുപാർശ ചെയ്യും. ആ ശുപാർശകളിലൂടെയൊക്കെ പലരും രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷെ ശുപാർശ കൊണ്ട് ഫലം കിട്ടണമെങ്കിലും ശരിയായ വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസത്തിന് പകരം കുഫറും ശിർക്കുമാണ് കൊണ്ടു നടന്നതെങ്കിൽ രക്ഷപ്പെടില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും പരലോകത്ത് രക്ഷപ്പെടുന്നവരിൽ പെടുത്തട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.